3 മാസം മുമ്പ് ഞാൻ ലുലുവിൻ്റെ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് ചെയ്യാനായിട്ട് കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്നപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ഞാനിങ്ങനെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുമ്പോൾ HR പറഞ്ഞു യൂസുഫ് അലി സാഹിബ് വരും, ചിലപ്പോൾ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അപ്പം കാണാൻ പറ്റുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു. ഞാൻ പള്ളിയിൽ വന്നു പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് യൂസുഫ് അലി സാഹിബ് വന്നു നമസ്കരിക്കാനായിട്ട് കയറി. ഇറങ്ങുന്ന സമയത്ത് HR പറഞ്ഞു നമുക്കിവിടെ വെച്ച് കാണാം, അദ്ദേഹം ഇറങ്ങുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോൾ പള്ളിയിൽ കുത്തുബയ്ക്കുള്ള ആളെക്കാൾ കൂടുതൽ ആൾ പുറത്തുണ്ട് മൂപ്പരെ കാണാൻ. ബെൻലിയുടെ ചുറ്റും ആളിങ്ങനെ കൂടിയേക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കാൻ പോണില്ല. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വിളിക്കുക അദ്ദേഹത്തെ, യൂസുഫ് അലി സാർ പല റിക്വസ്റ്റും അറിയാമല്ലോ. യൂസുഫ് അലി സാഹിബ് എവിടെ പോയാലും ഒരുപാട് റിക്വസ്റ്റുകളുമായിട്ട് ആൾക്കാർ ഇങ്ങനെ അദ്ദേഹത്തെ കണക്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് കുറേ ബോഡി ഗാർഡ്സും കുറേ സെക്യൂരിറ്റി ഓഫീസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്നൊരു തിരക്കിലപ്പം അദ്ദേഹം പോകാനുള്ളൊരു റഷായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രായമുള്ള ഒരാൾ അദ്ദേഹം ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് പൈസയൊന്നും വേണ്ട, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഒരു 70-80 വയസ്സിന് മുകളിലുള്ള ഒരു ഉപ്പയാണ്. എനിക്ക് പൈസയ്ക്കൊന്നുമല്ല, എനിക്ക് പക്ഷേ ആ യൂസുഫ് അലി സാറിനെ ഒന്ന് കാണണം, എൻ്റെ അടുത്തൊന്ന് എന്നെ ഒന്ന് കയറ്റി വിടുമെന്ന് ചോദിച്ചു ഉച്ചത്തിൽ വിളിക്കേണ്ട ആൾ. അപ്പം അദ്ദേഹം ആ തിരക്ക് പിടിച്ച് ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ആ സെക്യൂരിറ്റികളോട് പറഞ്ഞു അദ്ദേഹത്തെ കടത്തി വിടാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കടത്തി വിട്ടു. അടുത്ത് നിന്ന് അദ്ദേഹം സലാമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട, പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇദ്ദേഹം അടുത്ത് പിടിച്ച് ചോദിച്ചു എന്താണ്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ലുലു മോള് തുടങ്ങുന്നതിന് മുമ്പ് ലുലു മോള് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഞാനതിൻ്റെ വഴിയിലൂടെ പോയപ്പോൾ ആ പുരയിടത്തുനിന്ന് കുറച്ച് കമ്പി ഞാൻ എടുത്തു. അവിടെ ലുലു പണിയുന്ന സമയത്ത്, ലുലുവിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് കുറച്ച് കമ്പി ഞാൻ എടുത്തു. അന്നത്തെ ഒരാവശ്യം കൊണ്ട് എനിക്ക് ആ കമ്പി കൊണ്ട് വിൽക്കേണ്ടി വന്നു. ആ പൈസ എടുത്ത് ഞാൻ അന്നത്തെ ഒരാവശ്യം നിറവേറ്റി. എനിക്കൊന്ന് മരിക്കണം, പ്രായമായി, മരുന്നായി കഴിക്കുകയാണ്. പക്ഷേ ഇതെൻ്റെ മനസ്സിങ്ങനെ കിടക്കാണ്. എനിക്ക് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒന്ന് പൊരുത്തം ചോദിക്കണമെന്നുണ്ട്. നിങ്ങളെനിക്ക് പൊരുത്തം തരുമെന്ന് ചോദിച്ചു. അക്ഷരാർത്ഥത്തിൽ അവിടെ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരും ഒക്കെ എല്ലാവരും സ്റ്റണ്ടായി. യൂസുഫ് അലി സാഹിബ് അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് പൊരുത്തം കൊടുത്തു. അപ്പോൾ ഇത് പൊരുത്തം കൊടുക്കാൻ യൂസുഫ് അലി സാഹിബിന് സാധിച്ചതും പൊരുത്തം ചോദിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാക്കിയതും അവർക്കിടയിൽ ഒരു വെളിച്ചമുണ്ടായതുകൊണ്ടാണ്. ആ വെളിച്ചത്തിൻ്റെ പേരാണ് ദൈവം. ആരും കാണാതെ ആരും അറിയാതെ മരിച്ചു പോകേണ്ട ഒരു മനുഷ്യൻ, ഒരു ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിൽ വന്ന് പറയണം അദ്ദേഹത്തിനൊരു 2 കമ്പിയോ 3 കമ്പിയോ പോയത് അദ്ദേഹം അറിയാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തോട് വന്ന് ചോദിക്കുകയാണ് പൊരുത്തം തരുമെന്ന്. അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലെ കുറച്ച് വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് റമദാൻ്റെ സന്ദേശവും. ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തം, അല്ലേ? ഒരാളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയുടെ ഇൻറ്റൻസിറ്റി അല്ല അവിടെ വിഷയം. ആ പ്രശ്നത്തിൻ്റെ പ്രയാസത്തിൻ്റെ ആഴമല്ല അവിടെ വിഷയം. അതെല്ലാം കണ്ടുകൊണ്ടൊരാൾ എൻ്റെ മുകളിലുണ്ട് എന്നുള്ളൊരു വിഷയം, അത് വലിയ വിഷയമാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടായിരിക്കും യൂസുഫ് അലി സാഹിബ് പൊരുത്തം കൊടുത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് യൂസുഫ് അലി സാഹിബ് അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു എന്നൊക്കെ പറയാൻ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം. അത് 3 കമ്പിയല്ലേ എന്ന് പറയാം. കമ്പി ആയതുകൊണ്ടൊന്നുമല്ല. അത് ചിലപ്പോൾ ഇനി കോടിക്കണക്കിന് പൈസ ആണെങ്കിലും ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നത്